കേരള കോൺഗ്രസ് എമ്മിനാണ് ഏറ്റുമാനൂർ മേധാവിത്വം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും VN വാസവന് തന്നെയാണ് അവിടെ സാധ്യതയുള്ളത്. AK ശശീന്ദ്രനെ തുടരാൻ വീണ്ടും അതിനകത്ത് നിർത്തിയിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന പേര് റിയാസിന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാരെ ശത്രുക്കളാരാ? കോൺഗ്രസ്സുകാർ തന്നെയാണ്. അവർ തരം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്ന് കാലം ചവിട്ടാനുള്ള പരിപാടി നടത്തുന്നവരാ. ജോസഫ് വാഴക്കനെ ഏറ്റുമാനൂര് കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ എങ്ങനെ ഉണ്ടോ? ജെയ്ക്ക് സി തോമസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം പ്രത്യേകിച്ചും അവിടെ സഭ വലിയ ഘടകമാവും. ഏറ്റുമാനൂരും കോട്ടയത്തും അട്ടിമറികൾക്കുള്ള സാധ്യതകളുണ്ട്. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിൽ പല പല മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളുടെ ഒരു ചരിത്രം എന്തായിരുന്നു നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏറ്റുമാനൂർ കോട്ടയം മണ്ഡലങ്ങളാണ്. ഏറ്റുമാനൂർ മണ്ഡലം ഒരു UDF അനുകൂല മണ്ഡലമാണ്. ഈ പറയുന്ന കോട്ടയം ഒരു UDF അനുകൂല മണ്ഡലമാണ്. ഇപ്പോൾ കോട്ടയത്ത് UDFന്റെ MLAയും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരിൽ ഇപ്പോൾ LDFന്റെ MLAയുമാണ് നിലവിലുള്ളത്. 2026 സാഹചര്യം എന്തായിരിക്കും? ഏറ്റുമാനൂരിലെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പം ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അവിടെ നിന്ന് VN വാസവനാണ് മത്സരിച്ച് വിജയിക്കുന്നത്. അതിനു മുമ്പ് അവിടെ നിന്ന് സുരേഷ് കുറുപ്പ് മത്സരിച്ച് വിജയിച്ചു. പക്ഷേ ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ സിബി പറഞ്ഞ പോലെ തന്നെ UDF അനുകൂല മണ്ഡലമാണ്. അതിൻ്റെ ചരിത്രം മൊത്തത്തിൽ എടുത്ത് വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇടക്കാലത്ത് CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച് വിജയിച്ചത് വൈക്കം വിശ്വനാണ്. വൈക്കം വിശ്വനൊക്കെ കേരളത്തിൽ മന്ത്രിയാവാതെ പോയതിന് നഷ്ടമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, മാന്യനായ രാഷ്ട്രീയക്കാരൻ. അതിനുശേഷം പിന്നീട് അതൊരു CPM അനുകൂല മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സുരേഷ് കുറുപ്പിൻ്റെ വ്യക്തിത്വമാണ്. സുരേഷ് കുറുപ്പിനെ 2 തവണ മത്സരിപ്പിച്ചു, നിയമസഭയിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ മന്ത്രിയൊന്നും ആക്കിയില്ല. അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നാറുണ്ട് CPMന്റെ. അപ്പം സുരേഷ് കുറുപ്പിന് കഴിഞ്ഞ തവണ സുരേഷ് കുറുപ്പ് മാറിയിട്ട് VN വാസവൻ വരുന്നു. VN വാസവൻ വരുമ്പം അവിടെ ആ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു ഇവർ UDF. അവിടെ ലതിക സുഭാഷ് കുപ്പായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ പുള്ളിക്കാർക്ക് സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. കാരണം പുള്ളിക്കാർ തല മുട്ടയടിക്കുന്നു, ബിന്ദുകൃഷ്ണ റോഡിലിരുന്ന് കരയുന്നു. അവസാനം ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് കിട്ടിയപ്പം ലതിക സുഭാഷിന് സീറ്റ് കൊടുക്കാത്തതിന് ബിന്ദുകൃഷ്ണനെ ആയിരിക്കുന്നു. കാരണം എനിക്ക് കിട്ടി, പിന്നെ മറ്റവർക്ക് കിട്ടിയില്ലേ കുഴപ്പമില്ല എന്നുള്ളത്. അതുവരെ സ്ത്രീകളെ കൊണ്ടുവരണമെന്നായിരുന്നു അന്ന്. ലതിക സുഭാഷ് സ്വതന്ത്രമായിട്ട് നിന്നിട്ട് ഏകദേശം 7000 പരം വോട്ടുകൾ അവിടെ നിന്ന് പിടിച്ചു. ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം, ആ സമയത്ത് സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. അതെ ജോസഫ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചു. അതെ, പറഞ്ഞിടത്തോളം വെച്ച് ആക്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല പ്രിൻസ് ലൂക്കോസ്. അങ്ങനെ വോട്ട് പിടിക്കാൻ അവിടെ പ്രാദേശികമായി അത്ര വലിയ സ്വാധീനമുള്ള ആളല്ലായിരുന്നു എന്നുള്ളതാണ്. ഈ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിന്റെ ചരിത്രം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് എം, അതായത് ബാബു ചാഴികാടൻ, അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇടിമിന്നലേക്കുന്നത്. ആ വണ്ടിയിൽ, ആ പ്രചരണ വാഹനത്തിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അത് പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്ന ഒരു സമയമാണ്. അന്ന് കോട്ടയം പാർലമെന്റിൽ നിന്ന് രമേശ് ചെന്നിത്തലയും ജനവിധി തേടുന്നുണ്ട്. ആ സമയത്താണ് ഇടിമിന്നലേറ്റ് അദ്ദേഹം മരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ആ ഒരു വർഷം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് തോമസ് ചാഴികാടനാണ് ബാബു ചാഴികാടന് പകരമായിട്ട് വരുന്നത്. കാരണം ഒരിക്കലും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടിരുന്ന ഒരാളായിരുന്നില്ല തോമസ് ചാഴികാടൻ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി. കേരള കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സാന്നിധ്യം ഉറപ്പിച്ചാൽ പിന്നെ അവിടെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തകരും അവരുടെ സംഘടനാ സംവിധാനമൊക്കെ അവിടെ ഒരുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് എമ്മിനാണ് ഏറ്റുമാനൂർ മേധാവിത്വം കൂടുതലായിട്ടുള്ളത്. അപ്പം ഈ കേരള കോൺഗ്രസ് എം എവിടെ നിൽക്കുന്നോ അവിടെയായിരിക്കും അവർ പിന്തുണയ്ക്കുന്ന പാർട്ടിയായിരിക്കും ഏറ്റുമാനൂർ വിജയിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും VN വാസവന് തന്നെയാണ് അവിടെ സാധ്യതയുള്ളത്. കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ആരെങ്കിലും മത്സരിപ്പിക്കുകയാണെങ്കിൽ സാഹചര്യം ഒരുപക്ഷെ വ്യത്യസ്തമാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, അഥവാ ഏതെങ്കിലും രീതിയിൽ അവസാന ഘട്ടത്തിൽ മാണി ഗ്രൂപ്പ് UDFന്റെ സംവിധാനത്തിന്റെ കൂടെ ഭാഗമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റിലൊക്കെ വിട്ടുവീഴ്ച നടത്തി മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് സാധ്യതയുണ്ടാവും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ തോമസ് ചാഴികാടൻ തന്നെ വീണ്ടും തിരിച്ചു വന്ന് സ്ഥാനാർത്ഥിയാവാം. അങ്ങനെ വരികയാണെങ്കിൽ മുന്നണി മാറ്റം ഉണ്ടായാൽ. ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BDGSന് 27,000 വോട്ടുണ്ടായിരുന്നു 2016 അവിടെ. എല്ലായിടത്തും വോട്ട് വിഹിതം വർദ്ധിച്ചപ്പം ഇവിടെ അത് പകുതിയിൽ താഴെയായിട്ട് കുറഞ്ഞു. കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ VN വാസവൻ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും അടുത്ത ആളാണ്. കോൺഗ്രസിന് ഏറ്റവും വളരെ മുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയാണ് നാട്ടകം സുരേഷ്. നാട്ടകം സുരേഷ് DC പ്രസിഡന്റ് ആണ്, കോട്ടയം DC പ്രസിഡന്റ്. പക്ഷേ നാട്ടകം സുരേഷ് VN വാസവനെതിരെ മത്സരിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരും. കാരണം ഇവർ രണ്ടുപേരും വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം ആളുകളാണ്. വെള്ളാപ്പള്ളി നടേശൻ ധർമ്മസങ്കടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നാട്ടകം സുരേഷ് ഒരു പക്ഷേ ഏറ്റുമാനൂർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ലേശം സംശയമുണ്ട്. പിന്നെ പറയാൻ പറ്റത്തില്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് തരത്തിലാണ് മാറുന്നത് എന്നൊന്നും നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാണി കോൺഗ്രസ് ഈ മാണി വിഭാഗം ഇതിനകത്തേക്ക് UDFന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ തോമസ് ചാഴികാടൻ വീണ്ടും നിന്നാൽ നല്ലൊരു
പിന്നെ പ്രവചനം അസാധ്യമായൊരു പോരാട്ടത്തിലേക്ക് അത് നീങ്ങും. അല്ല, ഇപ്പോൾ KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ UDF പുതിയ കൺവീനറൊക്കെ പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ ഏത് വിധേനയും UDF എത്തിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിലും ജോസ് കെ മാണിയിലും ആണ് ഇരിക്കുന്നത്. അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പോകത്തുള്ളൂ. അവർക്ക് പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത, അവർക്ക് നൽകുന്ന ഒരു പ്രാധാന്യം, ആ ഒരു പ്രാധാന്യമൊക്കെ കളഞ്ഞിട്ട് അവർ UDF വരാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടാവും? രണ്ട് കാര്യങ്ങളുണ്ട്. UDF ആണോ LDF ആണോ വരാൻ സാധ്യതയുള്ളതെന്നുള്ളത് ഇവരെല്ലാം പല ഏജൻസികളുടെയും സർവേകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. ആ സാധ്യത നോക്കും. രണ്ടാമത്തെ ഒരു കാര്യം, UDF മാന്യമായ അക്കോമഡേഷൻ കിട്ടും. അവർ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ 2 മന്ത്രിസ്ഥാനം, കാരണം റോഷിക്ക് ഇനി മന്ത്രിസ്ഥാനം ഇല്ലാത്തൊരു കാര്യം കേരള കോൺഗ്രസ് എമ്മിനകത്ത് നടക്കുന്നൊരു കാര്യമല്ല. അപ്പം ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും കൂടെ മന്ത്രിമാരാവാൻ പറ്റുന്ന ഒരു ഫോർമുലയോട് കൂടിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എടുത്തയാടി ഇപ്പം തന്നെ മുന്നണി വിടുന്നതിനോട് ഒരു പക്ഷേ റോഷി അഗസ്റ്റിനും താല്പര്യം ഉണ്ടാവത്തില്ല. കാരണം ഒരു വർഷം കൂടെ ടേം ഉണ്ട് മന്ത്രി എന്നുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു അങ്ങനെ നീക്കം ഉണ്ടെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2-3 മാസം മുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ രാഷ്ട്രീയ കാരണം ഉണ്ടാവണമല്ലോ. മുന്നണി മാറണമെന്നുണ്ടെങ്കിൽ അതിനൊരു രാഷ്ട്രീയ കാരണം കൂടെ വേണ്ടി വരും. അല്ല, കേരള കോൺഗ്രസുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, വ്യക്തിപരമായ തീരുമാനമൊക്കെ തന്നെ മതി. കാരണം ജോസഫ് സുപ്രഭാതത്തിലല്ലേ LDF വിട്ട് UDF? അല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കുറേയധികം പ്രശ്നങ്ങൾ, ഇപ്പോൾ മലയോര കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇപ്പം നിലവിലുള്ള വനംവകുപ്പ് മന്ത്രിക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. കാരണം കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഉത്തരമാണ് AK ശശീന്ദ്രൻ. അപ്പോൾ ഈ വനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയോരത്ത് താമസിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ, അത് ജോസഫ് ഗ്രൂപ്പിനാണെങ്കിലും ശരിയാണ്, മാണി ഗ്രൂപ്പിനാണെങ്കിലും ശരിയാണ്, ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതാൻ. അല്ല, ഇത് കാര്യമുണ്ട്. ഏറ്റവും മോശപ്പെട്ട മന്ത്രി AK ശശീന്ദ്രൻ എന്നാണ് എന്ന് ഈ AK ശശീന്ദ്രനെ PC ചാക്കോ കത്ത് കൊടുത്തിട്ട് പോലും മാറ്റിയിട്ടില്ല മന്ത്രി സ്ഥാനത്ത് നിന്ന്. AK ശശീന്ദ്രനെ തുടരാൻ പിന്നെ വീണ്ടും അതിനകത്ത് നിർത്തിയിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന പേര് റിയാസിന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം റിയാസിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ റിയാസിന് കുറച്ച് ക്വാളിറ്റികളൊക്കെ ഉള്ള ഒരു കക്ഷി തന്നെയാണെന്നാണ് എൻ്റെ ഒരു വാദം. അതേ അവിടെ നിൽക്കട്ടെ. നമുക്കിനിപ്പോൾ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ, കോട്ടയത്ത് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ MLA ആയിട്ടിരിക്കുന്നത്. അവിടെ VN വാസവന് ശേഷം പിന്നീടൊരു LDF MLA വന്നിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഒരു പക്ഷേ സുരേഷ് കുറുപ്പിനെ വീണ്ടും അവിടെ കോട്ടയത്ത് അവതരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. സുരേഷ് കുറുപ്പിനെ ഇപ്പോൾ മൊത്തത്തിൽ ഒതുക്കിയതായിട്ട് CPM അണികൾക്കകത്ത് തന്നെ ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ ആ ഒരു ആക്ഷേപത്തിന് പരിഹാരം എന്നുള്ള രീതിയിൽ സുരേഷ് കുറുപ്പിനെ കോട്ടയത്ത് അവതരിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പിന്നെ ക്രൈസ്തവ നായർ വിഭാഗങ്ങളുടെ എല്ലാം വോട്ടുകൾ നന്നായിട്ട് ആകർഷിക്കാൻ പറ്റുന്നതാണ്. അതിനപ്പുറത്ത് അതൊന്നുമില്ല, ജാതി മത പരിഗണനകളൊന്നും അതിനകത്ത് വരുന്നില്ല. കക്ഷി രാഷ്ട്രീയം പോലും ഘടകമല്ല. സുരേഷ് കുറുപ്പ് സൗമ്യനായ രാഷ്ട്രീയക്കാരനാണ്. നല്ല പിന്നെ മാർക്സിയൻ ഫിലോസഫി നന്നായിട്ട് പഠിച്ച ആളാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആ ഒരു ബോധവും ധാർമ്മികതയൊക്കെ വെച്ച് പുലർത്തുന്ന ആളാണ്. പിന്നെ ആൾക്കാർ ആക്ഷേപിക്കുക അദ്ദേഹം പുള്ളി നല്ല ഷർട്ട് ഇടുന്ന് കൊണ്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ മനുഷ്യന് എല്ലാവരും അവനവൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അതിനകത്ത് ഈ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നും. അല്ലാതെ EP ജയരാജൻ പറഞ്ഞതിനോടെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച് പിന്നെ കീറിയ ഷർട്ട് വിട്ട് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഈ കാലത്ത് പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. പക്ഷേ സുരേഷ് കുറുപ്പ് നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. സുരേഷ് കുറുപ്പിനെയും രാജു എബ്രാമിനെയും ഒന്നും വേണ്ടത്ര പരിഗണിച്ചിട്ടില്ലല്ലോ. ഇത് ഭരണപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ കൊണ്ടുവരുന്നതിനകത്ത് CPM ഭാഗത്ത് നിന്ന് മറ്റു പലർക്കും പ്രയോറിറ്റി കൊടുത്തു കൊടുത്തപ്പോൾ ഇവരൊക്കെ പിന്തള്ളപ്പെട്ടവരാ. സുരേഷ് കുറുപ്പ് ചെറിയ പ്രായത്തിൽ 84 മറ്റോ അല്ലേ ലോക്സഭയിലേക്ക്, അതും വലിയൊരു UDF തരംഗത്തിന്റെ സമയത്താണ്. അങ്ങനെ വന്ന ആളാണ് സുരേഷ് കുറുപ്പ്. ഈ അക്രമ രാഷ്ട്രീയത്തോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് സുരേഷ് കുറുപ്പിനെ. നിർത്തിക്കഴിഞ്ഞാൽ, കാരണം തിരുവഞ്ചൂരും ഏബിളാണ്, നല്ല പാർലമെന്റേറിയൻ, ആ കാര്യത്തിലൊന്നും നമുക്കെതിരെ അഭിപ്രായമില്ല. പക്ഷേ തിരുവഞ്ചൂരിനും പ്രായമായിട്ടുണ്ട്, സുരേഷ് കുറുപ്പിനും പല പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ പാർട്ടിക്കകത്തെ ഘടകങ്ങളിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്ന സ്ഥിതിയാണ് പുള്ളികളുടെ. പുള്ളിയുടെ അതൃപ്തികൾ, ചില കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ കോട്ടയത്ത് പിന്നെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചകളിലൊക്കെ സജീവമായിട്ട് അഡ്വക്കേറ്റ് അനിൽകുമാറാണ്. അതെ, അനിൽകുമാറിനെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അതേപോലെ തന്നെ CPM ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ജെയ്ക്ക് C തോമസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം പ്രത്യേകിച്ചും അവിടെ സഭ വലിയ ഘടകമാവും. ബാക്കിയുള്ളതൊക്കെ ഓക്കെ. ജെയ്ക്കൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനാകുമ്പോൾ അത് സഭയെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ജക്കപ്പേറ്റാണ്. അപ്പം പിന്നെ ഇവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ അത് റോമൻ കാത്തലിക്ക വിഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരാളെയാണ് ഏറ്റവും പ്രിഫർ ചെയ്യാൻ നന്നാകുക എന്നുള്ളതൊരു സാമാന്യബോധം അവർ കാണിക്കുന്ന ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നീട് സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. പിന്നീട് വേണമെങ്കിൽ അവർക്ക് ആലോചിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത്. ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന റെജി ലൂക്കോസ് പോലെയുള്ള ആളുകൾ, പക്ഷേ പുള്ളിയുടെയും സഭ ജ്ഞാനായ സമുദായമാണെന്ന് എനിക്ക് തോന്നും. അങ്ങനെ ഒരു പൊതു സ്വീകാര്യനായ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ തിരുവഞ്ചൂരിനെ അട്ടിമറിക്കാൻ പറ്റുള്ളൂ. തിരുവഞ്ചൂരിനെ പിന്നെ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരം എന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. സ്ഥാനാർത്ഥി X or Y ആരോ ആവട്ടെ, ആളുകളെ സംബന്ധിച്ചിടത്തോളം
പിന്നെ ഈ പിണറായി സർക്കാർ തുടരുന്നതിൽ പൊതുജനത്തിന് ഇപ്പോൾ വലിയ എതിർപ്പുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ തന്നെയും ഇതിനകത്ത് മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിൽക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് അവസാന ദിവസങ്ങൾ, ഇലക്ഷന്റെ അവസാന ദിവസം എത്തുന്ന സമയത്ത് ആരാണോ നിൽക്കുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് പോകാനുള്ള സാധ്യതയുള്ളത്. ഈ LDF MLA-മാർ പലരും അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ വളരെ ജനകീയരാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ UDF-ന്റെ MLA-മാരും എല്ലാവരും വളരെ ജനകീയതയോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിന് പറ്റുന്ന സ്ഥാനാർത്ഥികളെ, അതായത് നാട്ടിലെ പയ്യന്മാരെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഈ പറഞ്ഞ അട്ടിമറികളൊക്കെ ഈ കോട്ടയത്താണെങ്കിലും ഏറ്റുമാനൂരാണെങ്കിലും നടത്താൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമാണ്. അത് സത്യമാണ്. കാരണം ഇപ്പം 2016 തൊട്ട് CPM ഇറക്കുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി അവിടെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പാർട്ടിയുടെ ലോക്കൽ ഏരിയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ള നിരവധി പേര് മത്സരരംഗത്ത് വന്നു. ഇവർക്ക് ഓരോ പാർട്ടി മെമ്പറേയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ബന്ധം ഉണ്ടാവും. കടൽ കിഴവന്മാരെയൊക്കെ പലരെയും മാറ്റി ഈ പുതുമുഖങ്ങളെ പരീക്ഷിക്കാനുള്ള ആർജവം, പലരും സ്വമേധയാ മാറി നിൽക്കാനുള്ള ഒരു പിന്നെ മനോഭാവം. ഇപ്പൊ KC ജോസഫ് കഴിഞ്ഞ തവണ ഇരിക്കൂരിൽ നിന്ന് മാറിയതുപോലെ ഈ സ്വരം മോശമാവുന്നില്ല, മാറിയതാണ്, നിന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലായി. പക്ഷെ മാറിയത് തന്നെയാണ് പുള്ളി. കാരണം ഇത്രയും കാലം നിന്ന് ജയിച്ച ഒരാൾ പിന്നെ ഈ വയസ്സുകാലത്ത് നിന്ന് തോക്കുന്നു എന്നുള്ള പേര് വരണ്ടെന്നുള്ളത് ചിന്തിച്ച് കാണാം. പക്ഷെ എന്നിട്ട് പുള്ളി പാർട്ടിക്കെതിരെ ഒന്നും പറയുന്നില്ല. പുള്ളി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അങ്ങനെ തന്നെ പോകുന്നുണ്ട് KC ജോസഫ്. പക്ഷെ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ടാവും മത്സരിക്കേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവാം, ഒക്കെ പിന്നെ സത്യമായിരിക്കും ചിലപ്പം. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയും സ്വരം മോശമാകുന്നതിന് മുമ്പ് പാട്ട് നിർത്തുകയും ചെയ്യാനുള്ള ഒരു ഔചിത്യ ബോധം കാണിക്കാതിരിക്കുന്നതാണ് പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രശ്നം. ഇപ്പോൾ MM ഹസൻ മത്സരിക്കാത്ത മണ്ഡലങ്ങളില്ല. ദേശാടന കിളി എന്ന് കോൺഗ്രസ്സുകാരിട്ട പേര്, നമ്മളിട്ട പേരല്ല, CPM-മാരിട്ട പേരല്ല. അപ്പം അങ്ങനെയുള്ള ഈ സീസൺ ബേഡ്സിനെയൊക്കെ എടുത്ത് മാറ്റി ഈ പിന്നെ പല ആൾക്കാരും അവരുടെ മണ്ഡലം മര്യാദയ്ക്ക് കൊണ്ടു നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പോയവരുണ്ട്. നമ്മുടെ മൂവാറ്റുപുഴ മണ്ഡലമൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെ വാഴയ്ക്കൻ മത്സരിച്ച് ജയിച്ചിട്ട് ജോസഫ് വാഴയ്ക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മണ്ഡലം കൊണ്ടുപോയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസിനകത്ത് തന്നെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, കോൺഗ്രസ്സുകാരെ ശത്രുക്കളാരാ? കോൺഗ്രസ്സുകാർ തന്നെയാണ്. അവർ തരം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്ന് കാലം ചവിട്ടാനുള്ള പരിപാടി നടത്തുന്നവരാ. എപ്പോൾ വേണമെങ്കിലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത മാതിരിയാണ് അവർ പരസ്പരം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മൂവാറ്റുപുഴ MLA ആയിട്ട് ജോസഫ് വാഴയ്ക്കൻ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് വിദ്യാഭ്യാസ സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകൾ, അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ കൃത്യമായിട്ട് എനിക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റത്തില്ല, ഒരു മണ്ഡലം മാത്രമായതുകൊണ്ട്. ഞാൻ അപ്പോൾ ഒരു കാര്യം ഇടയ്ക്ക് കയറി ചോദിക്കട്ടെ, ഈ ജോസഫ് വാഴയ്ക്കനെ പിന്നെ ഏറ്റുമാനൂർ കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ജോസഫ് വാഴയ്ക്കന് സാധ്യതകളില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കോട്ടയത്താണെങ്കിലും ഏറ്റുമാനൂരാണെങ്കിലും ഒരു പക്ഷേ അദ്ദേഹത്തെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. മധ്യ കേരളത്തിലെ ഏറ്റവും ഏറെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ജോസഫ് വാഴയ്ക്കൻ. ഒരു പക്ഷേ അദ്ദേഹത്തെ പരീക്ഷിക്കാവുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഈ ഏറ്റുമാനൂരും കോട്ടയം എന്ന് പറയുന്നത്. അപ്പോഴും ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ മണ്ഡലം വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. അത് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇത്തവണ ഏറ്റുമാനൂർ മണ്ഡലം ഏറ്റെടുക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അല്ല, മുന്നണിക്കകത്ത് തന്നെയുള്ള ആലോചന മുസ്ലിം ലീഗ് ഓരോ കാര്യങ്ങളും പിന്നെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ സീറ്റുകളിൽ പോലും വിട്ടുവീഴ്ചയ്ക്കാറും പൊതുസ്വാതന്ത്ര്യം നിലനിർത്താൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആലോചനകൾ പോകുന്നുണ്ട്. വെച്ച് മാറുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. അത് ജോസഫിനും ബോധ്യപ്പെടും. കാരണം ഭരണം ഇനി ഇല്ലാതെ ഈ പാർട്ടികളുടെ എല്ലാ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടും. ഇവർ കഴിഞ്ഞ് ഇതിന് പണിയെടുക്കാൻ ആളെ കിട്ടുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നേതാക്കന്മാരുടെ ഒരു നിര തന്നെയാണുള്ളത്. അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ പാർട്ടിയുടെ ഒരു നേതൃത്വ നിര പരിശോധിക്കുകയാണെങ്കിൽ ചെയർമാൻ, എക്സിക്യൂട്ടീവ് ചെയർമാൻ, വർക്കിംഗ് ചെയർമാൻ, എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ, വൈസ് ചെയർമാൻമാർ, ഇങ്ങനെ പഴയകാല കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. എന്നാൽ താഴേക്കിടയിലേക്ക് വരുമ്പോഴത്തേക്ക് അടിസ്ഥാനപരമായിട്ട് നിയോജക മണ്ഡലങ്ങളിലോ ബൂത്ത് തലങ്ങളിലോ ഒന്നും ഈ കേരള കോൺഗ്രസ് ജോസഫിന് പ്രവർത്തകരില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് പല നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും ഒക്കെ പ്രവർത്തകരുണ്ട്, പോഷക സംഘടനകൾ സജീവമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ വോട്ട് കൂടുതലുള്ളത് കേരള കോൺഗ്രസ് എമ്മിന് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും അല്ല. അത് ഇവര് പിന്നെ വിഭജിക്കപ്പെട്ടപ്പോൾ രണ്ടായിട്ട് വളർന്ന സമയത്ത് അണികൾ കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പിന്റെ കൂടെയും നേതാക്കൾ ജോസഫിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അതിനകത്ത് സംഭവിച്ചൊരു കാര്യം. പണ്ട് CPM-ഉം CPI-യും തമ്മിൽ വളർന്നപ്പോഴല്ല, നേതാക്കൾ മുഴുവൻ പിന്നെ CPI-യിലല്ലായിരുന്നു. പക്ഷേ വിട്ടുപോന്നപ്പോൾ അണികൾ ഇവരെ കൂടെ നിന്നു, CPM-ന്റെ കൂടെ നിന്നു. ആ രീതിയിലുള്ളൊരു പ്രതിഭാസമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ജോസഫ് ഗ്രൂപ്പും
ഇത്തവണത്തെ ഇതിനകത്ത് എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതിനല്ല, എല്ലായിടത്തും സ്ഥാനാർത്ഥി വിജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക. ഇപ്പൊ അവരുടെ സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരെ തന്നെ വീണ്ടും സീറ്റ് നൽകി സീറ്റ് നഷ്ടപ്പെടുത്താനായിട്ട് കോൺഗ്രസ് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് PC തോമസ് തുടങ്ങി ഇങ്ങനെ ഒരു കുറേ അധികം ആളുകളുണ്ട്. അവർക്കൊക്കെ സീറ്റ് നൽകി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? വളരെ പരിതാപകരമായിരിക്കും. PC തോമസ് ഒക്കെ നല്ല നേതാവാണ്, കാരണം പണ്ടത്തെ സിംഹങ്ങളാണ്. പക്ഷേ അവരൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ മാറി കൊടുക്കണമെന്ന് രണ്ടാം തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാറിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അത് മാറിക്കൊടുക്കാത്തതാണ് പ്രശ്നം. ഏതായാലും എനിക്ക് തോന്നുന്നു ഏറ്റുമാനൂരും കോട്ടയത്തും അട്ടിമറികൾക്കുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഏറ്റുമാനൂർ കോൺഗ്രസ് തിരിച്ചു പിടിച്ചേക്കാം, എന്നാൽ കോട്ടയത്ത് ഒരുപക്ഷെ LDF അട്ടിമറിച്ചേക്കാം. ഒരുപക്ഷെ ഈ 2 സീറ്റും UDF കൈവശപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ഈ 2 സീറ്റുകളിലും അട്ടിമറി നടത്തി LDF വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രവചനാതീതമായ മണ്ഡലമാണ് ഈ ഏറ്റുമാനൂരും കോട്ടയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് ഇതിനകത്ത് നിർണായകമായി മാറാനുള്ള സാധ്യതയുണ്ട്.